വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വൈകുന്നേരം കോളേജിൽ നിന്ന് തിരിച്ചെത്തിയ രാജീവാണെങ്കിൽ കുടുംബശ്രീ വീട്ടിൻ്റെ മുറ്റത്ത് ആകെ ടെൻഷനോടുകൂടി നടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ശ്യാമ നിൽപ്പുണ്ട്. ഗേറ്റിനടുത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് രാജീവ്. അന്നേരം ശാരദാമ്മയും ശാരിയും കൂടി വരികയാണ്. അന്നേരം സാറ് വന്നിട്ട് നേരത്തെ വന്നോ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ കുഴപ്പമായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഞങ്ങൾ ശാലിനിയുടെ വീട് വരെ പോയിരുന്നു എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ അത് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് ദേഷ്യത്തിലാണ് രാജീവ് സംസാരിക്കുന്നത്. തുടർന്ന് സാറ് വല്ലതും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തോ എന്ന് ശ്യാമയോട് ചോദിക്കുകയാണ്. അന്നേരം വേണ്ടാന്ന് പറഞ്ഞു എന്ന് ശ്യാമ പറയുമ്പോൾ ഞാൻ ചായ എടുക്കാം, സാർ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയങ്ങ് അകത്തേക്ക് കയറാൻ പോകുമ്പോൾ ഒന്ന് നിൽക്കണം ശാരദാമ്മയെന്നും പറഞ്ഞ് രാജീവ് അങ്ങ് തുടങ്ങുകയാണ്. ഇന്നലെ രാത്രി ഈ വീട്ടിലൊരു മനുഷ്യനുണ്ടായിരുന്നു, ആ മനുഷ്യൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഉത്തരമില്ലാതെ ഇങ്ങനെ ശാരദാമ്മ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ച ആളിനെ മനസ്സിലായില്ലേ, ശാരദാമ്മയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്, അദ്ദേഹം എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ആ ചോദ്യത്തിൽ തന്നെ സാറിനുള്ള ഉത്തരവുമുണ്ടല്ലോ, എൻ്റെ ഭർത്താവ് എന്നുള്ളത് ഏറെക്കുറെ ശരിയാണ്. ഇപ്പോൾ സാറിനേക്കാളും ആശങ്ക ആ മനുഷ്യനെ കുറിച്ച് വേണ്ടത് എനിക്കാണല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനൊരു ചോദ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ മനുഷ്യനെ ഇവിടെ പിടിച്ച് നിർത്തിയത് ഞാനാണ്, അദ്ദേഹം അങ്ങ് ഇറങ്ങി പോവുകയാണെങ്കിൽ ഞാനും ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ വാക്കിന് ഒരു മകൻ എന്ന പോലെ അല്പമെങ്കിലും ബഹുമാനം ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് യാതൊരു വിലയും ഇല്ല എന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് രാജീവ് അങ്ങ് വഴക്കിടാനായിട്ട് തുടങ്ങിയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഗോപാലേട്ടനോട് ഞാൻ ഇറങ്ങിപ്പോകാനൊന്നും പറഞ്ഞില്ല, ഗോപാലേട്ടൻ കെട്ടിയ താലി തന്നെയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്, പക്ഷേ പഴയതുപോലുള്ള സ്നേഹവും വിശ്വാസവും ഒന്നും കൊടുക്കാൻ സാധിക്കില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം രാജീവ് കളിയാക്കുകയാണ്, ഓഹോ, ഒരാളുടെ നെഞ്ചിലേക്ക് അങ്ങ് കത്തി കുത്തി ഇറക്കിയിട്ട് ചോര വീണതും മരിച്ചതും ഒക്കെ ഇയാളുടെ കുറ്റം കൊണ്ടല്ലേ എന്ന് പറയുന്നത് പോലെ ആയിപ്പോയല്ലോ, വലിയ കരുണയാണല്ലോ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് രാജീവ് അങ്ങ് ബഹളം വയ്ക്കുകയാണ്. അന്നേരം ഞാൻ പറയുന്നത് കേൾക്കണം, ഗോപാലേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയുള്ള സാഹചര്യവും പിന്നീട് സ്വീകരിക്കാൻ പറ്റാത്തതുമൊക്കെ എൻ്റെ സാഹചര്യം ഒരു പെണ്ണിന് മാത്രമേ മനസ്സിലാകൂ എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം രാജീവ് പറയുകയാണ്, ഈ പറയുന്ന ഗോപാലകൃഷ്ണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ ഭാര്യയെ ഒറ്റയ്ക്ക് ഒരു അഴുകിയ രാവണൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്, ആ പണം കെട്ടിവെച്ചിട്ടല്ലേ അദ്ദേഹത്തെ പുറത്തിറക്കിയത്, അതിപ്പോൾ എൻ്റെ ഭാര്യയുടെ മാത്രം ബാധ്യതയായി. ഭാര്യയുടെ ബാധ്യത എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെയും കൂടിയല്ലേ, ഇപ്പോൾ പലിശയ്ക്ക് അല്ലാതെ പണം കിട്ടും എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്കതൊരു നല്ലതായിട്ട് തോന്നി, ഇപ്പോൾ ഗോപാലേട്ടൻ നിങ്ങളെ വിട്ടിട്ട് പോകുന്നതിലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് അങ്ങ് രാജീവ് സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അഭിമാനമൊക്കെ എവിടെ നിന്ന് പൊങ്ങി വന്നു, നിങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാട് ന്യായീകരണങ്ങൾ കാണും, ദേ ഇളയ മകളുടെ കല്യാണം, ശാരദാമ്മയുടെ മാനം, പക്ഷേ ഈ ശ്യാമയുടെ മാനത്തെക്കുറിച്ചും നല്ല നടപ്പിനെക്കുറിച്ചും ഒന്നും അവളുടെ കോളേജ് ലെക്ചറായ എന്നോട് തന്നെ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴും ആകെ ദേഷ്യപ്പെട്ടങ്ങ് ശ്യാമ നിൽക്കുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിലും എനിക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ ഒരു പൂവാലൻ്റെ അടുത്തേക്ക് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയെ പറഞ്ഞു വിടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജീവ് അങ്ങ് ശാരദാമ്മയെക്കുറിച്ചും മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം മോനെ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ സംസാരിക്കുന്നുണ്ട്, പക്ഷേ രാജീവ് ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല, വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അന്നേരം അവസാനം ശാരിക ചോദിക്കുകയാണ്, സാറിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എന്ന്. അന്നേരം പറയാനുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് രാജീവ് പറയുമ്പോൾ ശാരിക പറയുകയാണ്, എങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ദേ ഇപ്പോൾ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ചൂലെടുക്കും. എന്നെയും പിന്നെ എൻ്റെ സഹോദരിയെയും പറഞ്ഞതൊക്കെ ഞാൻ സഹിച്ചു, പക്ഷേ എൻ്റെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന ഒരാൾ ഇവിടെ വേണ്ട എന്നങ്ങ് രാജീവിൻ്റെ മുഖത്ത് നോക്കി ശാരിക സംസാരിക്കുകയാണ്. ഞാൻ ഇറങ്ങിക്കോളാം, എനിക്കിത് തന്നെ വേണമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി രാജീവ് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ ഓടിപ്പോയി മോനെയെന്നും പറഞ്ഞങ്ങ് രാജീവിനെ വിളിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയുടെ കൈ തട്ടി മാറ്റിയിട്ട്, ഈ വീട്ടിലെ ആണുങ്ങൾ വാഴില്ല, നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രമായിട്ട് അങ്ങ് ജീവിച്ചോ, ഞാൻ ഒഴിഞ്ഞു തന്നേക്കാന്നും പറഞ്ഞ് ബൈക്ക് എടുക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഓടി ശാരികയുടെ അടുത്തേക്ക് വരികയാണ്, മോളെ തിരിച്ചു വിളിക്ക്, സാറിനോട് മാപ്പ് പറ, ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടെ ശാരിക നിൽക്കുകയാണ്. അമ്മയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തത് ശാരികയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അബദ്ധം പറ്റിയൊന്നുമല്ല, ഞാൻ മനഃപൂർവ്വം പറഞ്ഞു തന്നെയാണ്, പൊയ്ക്കോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ വല്യജി വിളിക്കുന്നൊക്കെ അന്നേരം ശ്യാമയും പറയുന്നുണ്ട്. അതിനോടകം തന്നെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് രാജീവ് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞു. അന്നേരം ആകെ അങ്ങ് വിഷമിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാരികയോട് ശാരദാമ്മ പറയുന്നുണ്ട്, സ്വന്തം ജീവിതം ചവിട്ടി മെതിച്ചല്ലോടി സാമദ്രോഹി എന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ തലയ്ക്ക് കൈവയ്ക്കുകയാണ്. അന്നേരം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ചവിട്ടി മെതിക്കാനും ചവിട്ടി തേക്കാനുമല്ല അങ്ങനെയുള്ള ഒരാളിനെ എൻ്റെ കൂടെ വേണ്ട, ഈ ശാരദാമ്മയല്ല ശാരിക എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരിക അകത്തേക്ക് കയറുകയാണ്. അന്നേരം ആകെ അന്തം വിട്ട് ശാരിക പറഞ്ഞതോർത്ത് നിൽക്കുകയാണ് ശാരദാമ്മ.
ഇതേസമയം ബാലചന്ദ്രൻ സുസ്മിതയും കൂട്ടി ഓഫീസിലേക്ക് എത്തുകയാണ്. അന്നേരം ഓഫീസൊക്കെ നോക്കിയിട്ട് ഇതാണ് ഓഫീസെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ചെറിയൊരു സെറ്റപ്പാണ്, ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ മോശമാണ്, മാർബിളിനും ഗ്രാനൈറ്റും ഒക്കെ ലക്ഷങ്ങൾ ചിലവാക്കണം, കോടി കൊടുത്താണ് ഇത് വാങ്ങിയത്, നഷ്ടമാണ്, എന്നാലും നമുക്ക് കണ്ണായ സ്ഥലമല്ലേ വലുതെന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങ് തള്ളാണ് ബാലചന്ദ്രൻ. സുസ്മിത ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഇത് ചെറിയ സെറ്റപ്പൊന്നും അല്ല, കൊള്ളാം, ഈശ്വര ഇനി ഇവൻ്റെ ഈ തള്ളു മുഴുവൻ സഹിക്കണമല്ലോ എന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ്റെ ഫോട്ടോയെ കണ്ടിട്ട് ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞില്ലേ, അളിയനും ഞാനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച്, അളിയൻ ഇപ്പോൾ എൻ്റെ ദൈവമാണ് എന്നൊക്കെ പറയുമ്പോൾ കളസത്തിൻ്റെ കഥയല്ലേ എന്നൊക്കെ സുസ്മിത ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ നോക്കുമ്പോൾ സുസ്മിത ചിരിച്ച് സംസാരിക്കുകയും ബാലചന്ദ്രൻ അങ്ങ് മാറുമ്പോഴും മുഖമങ്ങ് ദേഷ്യത്തോടെ വയ്ക്കുകയുമാണ് സുസ്മിത ചെയ്യുന്നത്. തുടർന്ന് സുസ്മിത കസേരയിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോൾ സുസ്മിക്കുട്ടി അവിടെ ഇരിക്കേണ്ട, ആദ്യമായിട്ട് എൻ്റെ ഓഫീസിലേക്ക് വന്നതല്ലേ, അങ്ങോട്ടിരിക്കുമെന്നും പറഞ്ഞ് തൻ്റെ കസേര ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടി കൊടുക്കുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആ കസേരയിലേക്ക് അങ്ങ് ഇരുന്ന് നിവർന്നങ്ങ് ചാരിയിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ കരുതുകയാണ്, അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്, നല്ല ചന്തവും തലയിൽ ഇത്തിരി ബുദ്ധിയുമുണ്ടെങ്കിൽ പെണ്ണിന് ചുറ്റും ആളുകൾ ഇങ്ങനെ വട്ടം കൂടിക്കൊണ്ടേയിരിക്കും. ഈ അളിയനിൽ നിന്നും പറ്റിച്ചെടുത്ത കോടികൾ മുഴുവൻ എൻ്റെ ഒരു ചിരിക്ക് വേണ്ടി എൻ്റെ മുമ്പ് എൻ്റെ കാൽക്കൽ വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ അടിമുടി നോക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ ഫ്രണ്ടിലെ കസേരയിലോട്ട് ഇരിക്കുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആ ബാലചന്ദ്രൻ്റെ MD ബാലചന്ദ്രൻ എന്നെഴുതിയിരിക്കുന്ന നെയിം ബോർഡ് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കസേരയിലേക്ക് ഇരുന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സുസ്മിക്കുട്ടി വിചാരിച്ചാൽ ഈ ബോർഡ് നമുക്കങ്ങ് മാറ്റാം, സുസ്മിത ബാലചന്ദ്രൻ MD എന്നാക്കാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സുസ്മിത രംഗം മാറ്റുകയാണ്. അത് തന്നെയാണ് ബാലേട്ട ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന തൂവൽ പക്ഷികൾ തന്നെയാണ്, നമ്മളിങ്ങനെ സമാന്തര പാതയിൽ സഞ്ചരിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഒരേ കൂട്ടിൽ ചേക്കേറേണ്ടത് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അത് ഞാൻ അങ്ങോട്ട് പറയാനിരുന്നതാണ്, ഇന്നാണെങ്കിൽ ഇന്ന് ഞാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങ് സന്തോഷിച്ച് ബാലേന്ദ്രൻ സംസാരിക്കുകയാണ്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, അത് പറ്റില്ലല്ലോ ബാലേട്ട, ഞാനാണെങ്കിൽ മാരീഡ് അല്ലേ, കൂടാതെ രോഹിത് മിസ്സിങ്ങുമാണ്, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല എന്ന് സുസ്മിത പറയുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ മറ്റൊരു റിലേഷനിൽ പെട്ടാൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ നാട്ടുകാരാണോ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്, ഇത് നല്ലൊരു ചാൻസാണ് നമുക്ക് രണ്ടു പേർക്കും കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ബാലേന്ദ്രൻ അങ്ങ് കരഞ്ഞൊക്കെ കാണിക്കുകയാണ്. സുസ്മിക്കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സങ്ങ് തകർന്നു പോയി, കല്യാണത്തിന് ക്ഷണമുണ്ടായിരുന്നെങ്കിലും ഞാൻ വന്നില്ല, മറ്റൊരാൾ സുസ്മിതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്, ഒരു പരീക്കുട്ടിയുടെ അവസ്ഥയായിപ്പോയി എനിക്ക് എന്നൊക്കെ പറഞ്ഞങ്ങ് കരഞ്ഞിരിക്കുമ്പോഴും ഇവ എന്തൊരു കോമഡിയാണെന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുകയാണ്. അന്നേരവും സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സുസ്മിക്കുട്ടി എന്താ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന്. അന്നേരം ആ അവസ്ഥ തന്നെയായിരുന്നു എൻ്റേത്, എൻ്റെ ഒരു ഗതികേട് കൊണ്ടാണ് ഞാൻ രോഹിത്തിൻ്റെ മുമ്പിൽ തലവനിച്ചു കൊടുത്തത്, അപ്പോഴും എൻ്റെ മനസ്സിൽ ബാലേട്ടൻ തന്നെയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ബാലേന്ദ്രൻ ഓടി സുസ്മിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ടേബിളിൻ്റെ പുറത്തേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു കാര്യം എനിക്ക് കേട്ടാലും മതി, ആ രോഹിത് അങ്ങോട്ട് കൊക്കയിൽ വീണ് മരിച്ചത് എന്തായാലും നന്നായി, പിന്നെ നിങ്ങൾ തമ്മിൽ പിണക്കത്തിലായിരുന്നു എന്നൊക്കെ എനിക്കറിയാം, അതിനിടയിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനെ സ്വന്തം ശരീരത്തിൽ തൊടാനായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് സമ്മതിക്കുമോ, അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാമെന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സുസ്മിക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ചെമ്മീനിലെ പാട്ടൊക്കെ ഞാൻ കുറേ തവണ പാടിയതാണ്, പിന്നെ പരീക്കുട്ടി വള്ളവും വലയും ഒക്കെ ഉപേക്ഷിച്ചപ്പോൾ എല്ലാം വാരി കൂട്ടാനുള്ള ആക്രാന്തത്തിലായിരുന്നു ഞാൻ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് സുസ്മിത കരുതുകയാണ്, അളിയൻ്റെ മുതൽ അടിച്ചു മാറ്റിയിട്ട് അവൻ്റെ ഒരു ഫിലോസഫി കണ്ടില്ലേ, ഇവനെ ഇനി ഏത് കൈലാസത്തിലെ കൊക്കയിലേക്കാണ് തള്ളിയിടേണ്ടതെന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ സുസ്മിത പിടിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ എപ്പോഴും ബാലേട്ടൻ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. നേരം അങ്ങ് ബാലേന്ദ്രനാണെങ്കിൽ അങ്ങ് കുളിര് പോരുകയാണ്. ആ കൈയിലേക്ക്, ആ സുസ്മിതയുടെ കയ്യിലേക്ക് മുറുക്കെ ബാലേന്ദ്രൻ പിടിക്കുകയാണ്. അന്നേരം പതിയെ സുസ്മിത കൈ അങ്ങ് വിടിയിക്കുന്നുണ്ട്. ഇത് കേട്ടാൽ മതി, രോഹിത് മടങ്ങി വന്നാലും സുസ്മിതയുടെ മനസ്സ് മാറുമോ എന്നൊക്കെ ഒന്നുകൂടി ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ എപ്പോഴും ബാലേട്ടനുള്ളതാണ്, ഞാൻ മനസ്സാൽ വരിച്ച പുരുഷൻ ഇവിടെ ഇരിക്കുകയല്ലേ എന്നൊക്കെ സുസ്മിത പറയുകയാണ്. തുടർന്ന് ബാലചന്ദ്രനാണെങ്കിൽ സുസ്മിതയുടെ കൈയങ്ങ് പിടിക്കുകയാണ്. എനിക്ക് ഈ ഒരു വാക്ക് കേട്ടാൽ മതി, ഇനിയും കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് എനിക്കൊരു വല്ലാത്ത വിഷമമെന്ന് പറയുകയാണ്. അങ്ങനെ കാത്തിരുന്ന് കിട്ടുന്നതിന് മധുരം കൂടും ബാലേട്ട എന്നിങ്ങനെ പറഞ്ഞ് സുസ്മിത ബാലേന്ദ്രൻ്റെ കൈയങ്ങ് വിടിയിക്കുന്നുണ്ട്.
തുടർന്ന് എൻ്റെ സുസ്മിക്കുട്ടിക്ക് ഇനി എന്താ വേണ്ടത്, അത് ബാലേട്ടൻ ചെയ്തു തരാമെന്നും പറഞ്ഞങ്ങ് സന്തോഷത്തോടു കൂടി ബാലേന്ദ്രൻ നിൽക്കുകയാണ്. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ചന്ദ്രനിൽ പോയി സ്വർണ്ണം കുഴിച്ചു കൊണ്ടുവന്ന് അതിലെനിക്കൊരു മാല ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാലും ഈ വിഡ്ഢി ഇപ്പോൾ അതവിടെ ഉണ്ടോയെന്നും അറിയാതെ അങ്ങോട്ട് പറക്കുമെന്നും പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ്. അന്നേരം ഒന്നുകൂടി ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ ബാലേട്ട, എനിക്ക് തല ചായ്ക്കാനായിട്ട് ഒരിടം വേണം, ഞാനിപ്പോൾ പെരുവഴിയിലാണെന്ന്. അന്നേരം എൻ്റെ വീടുണ്ട്, അവിടെ 5-6 ബെഡ്റൂമുണ്ട്, സുസ്മിക്കുട്ടിക്ക് എൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല, ഞാൻ തന്നെ എന്നെ സ്വയം നിയന്ത്രിച്ചോളാം എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും അല്ലല്ലോ സുസ്മിതയുടെ ലക്ഷ്യം. അന്നേരം അതിനും തടയിട്ട് സുസ്മിത പറയുന്നുണ്ട്, അത് ശരിയാവില്ല ബാലേട്ട, എനിക്കും ഒരു കൺട്രോൾ വേണ്ടേ, എല്ലാ വിശുദ്ധിയോടും കൂടി ബാലേട്ടൻ്റെ വീട്ടിലേക്ക് കടന്നു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്ന വേറെ വീടുണ്ട്, പുറം പണിക്കും അടുക്കള പണിക്കും ഒക്കെ ഞാൻ തന്നെ ആളെ ഏർപ്പാടാക്കി തരാമെന്ന് പറയുകയാണ്. അന്നേരം അതും വേണ്ടാന്ന് സുസ്മിത പറയുകയാണ്. എങ്കിൽ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും വീട് നോക്കാം, പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാം, അപ്പോൾ അടുക്കള പണിയും ക്ലീനിങ്ങും ഒന്നും അറിയണ്ടല്ലോ, കൈ കഴുകി ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിരുന്നാൽ മതിയെന്ന്. അന്നേരം അതും വേണ്ടാന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം എങ്കിൽ പിന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു തരാം, സുസ്മിക്കുട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം നമ്മുടെ കല്യാണത്തിന് മുന്നേ അതൊന്നും വേണ്ടാന്നും പറഞ്ഞ് സുസ്മിത ഇരിക്കുകയാണ്. അന്നേരം ആകെ ആലോചിക്കുന്ന ബാലേന്ദ്രൻ പെട്ടെന്ന് പറയുകയാണ്, എങ്കിൽ കുടുംബശ്രീയിൽ താമസിക്കണമെന്ന്. അന്നേരം കുടുംബശ്രീയിലോ എന്നും പറഞ്ഞ് സുസ്മിത എങ്ങനെ ചോദിക്കുമ്പോൾ ദേ കണ്ടില്ലേ എന്നും പറഞ്ഞ് കുടുംബശ്രീയുടെ ആധാരം ആ മേശയുടെ ട്രായലിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശാരദാമ്മയെ മക്കളെ വേണമെങ്കിൽ അവിടെ നിന്ന് സുസ്മിക്കുട്ടിക്ക് വേണ്ടി ഞാൻ അടിച്ചിറക്കി തരാം, ആധാരമൊക്കെ എൻ്റെ കയ്യിലാണെന്നും പറഞ്ഞ് ആധാരം കാണിക്കുകയാണ് ബാലചന്ദ്രൻ. തുടർന്ന് ആധാരം വായിച്ചു നോക്കിയ ശേഷം ഇതെങ്ങനെ ഇവിടെ വന്ന് ബാലേട്ടാന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇതൊരു ഫിനാൻസ് സ്ഥാപനമല്ലേ, എല്ലാം ഇവിടെ വരും എന്ന് പറഞ്ഞിട്ട് ശാരിക വന്നതും പൈസ വാങ്ങിച്ചുകൊണ്ട് പോയതും ഒപ്പിട്ട കഥയും ഒക്കെ ബാലചന്ദ്രൻ സുസ്മിതയോട് പറയുകയാണ്. അപ്പോൾ ഈ പൈസ കൊണ്ടാണ് ശാരദാമ്മ ഭർത്താവിനെ ജയിലിൽ നിന്ന് ഇറക്കിയത്. അപ്പോൾ ശാരികയുടെ പൂങ്കണ്ണീര് കണ്ട് ബാലേട്ടൻ 2 ലക്ഷം അങ്ങ് എണ്ണിക്കൊടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം 2 ലക്ഷം പോയാലെന്ത്, വീടും സ്ഥലവുമൊക്കെ നമ്മുടെ പേരിലായില്ലേ, പിന്നെ ഒന്നും എഴുതാത്ത ഒരു വെള്ള പേപ്പറിൽ അവളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്, ഏത് സമയം എല്ലാത്തിനും നമുക്ക് അവിടെ നിന്ന് അടിച്ചിറക്കാമെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അന്നേരം തൽക്കാലം ഇത് ബാലേട്ടൻ തന്നെ കയ്യിൽ വെച്ചോ, അടിച്ചിറക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ സുസ്മിക്കുട്ടിക്ക് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ടെന്നാണ്, 7 സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ സുസ്മിക്കുട്ടിയുടെ മനസ്സിലുള്ള എന്താണെന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, എനിക്ക് അവിടെ തന്നെ താമസിക്കണം, എന്നെ അടിച്ചിറക്കിയ വീടില്ലേ പത്മാവതിയുടെ വീട്, അവിടെ തന്നെ താമസിക്കണം, ബാലേട്ടനെ കൊണ്ട് പറ്റുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ ടേബിളിൻ്റെ പുറത്തുനിന്നും പതി എഴുന്നേൽക്കുന്ന ബാലചന്ദ്രൻ എന്തൊക്കെയോ ആലോചിച്ചിട്ട് പറ്റും എന്നിങ്ങനെ സുസ്മിതയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ പത്മാവതി അമ്മയുടെ വീട്ടിൽ സുസ്മിത താമസിക്കാൻ പോകുമ്പോൾ അവിടെ ഇനി എന്താണ് ചെയ്യുന്നത്, ഇനി അവിടെ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള നീക്കങ്ങളൊക്കെ സത്യഭാമയുടെ വീട്ടിലേക്ക് തിരിച്ച് കയറുമോ എന്നുള്ളത് ഇതുവരെയും കാണിക്കുന്നില്ല, പക്ഷേ കയറുമായിരിക്കും. ഓക്കെ, താങ്ക് യു.